അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മദ്രസകളിലും വീടുകളിലും നൂല് പൊട്ടിയതും കീറിയതുമായിട്ടുള്ള ഒരുപാട് പഴയ മുസാഫുകളുണ്ട്. അത് എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? മുസ്ഹഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അത് വളരെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും സൂക്ഷിക്കേണ്ടതാണ്. അർഹിക്കുന്ന ബഹുമാനം കാണിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള കാരണമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മുസ്ഹഫുകളൊക്കെ. ഇനി കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഉപയോഗങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പോൾ മുസ്ഹഫുകൾ കീറിയതുണ്ടാകാം, അതുപോലെ നൂല് വിട്ടുപോയതുണ്ടാകാം. ഒരു നിലക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന പക്ഷം അവയൊക്കെ കത്തിച്ച് കളയുകയും അതിൻ്റെ ചാരം അത് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നിന്ദിക്കപ്പെടാത്ത രീതിയിൽ കുഴിച്ചു മൂടുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. പഴയ കാലത്തൊക്കെ അതിനെക്കുറിച്ച് പറയാറുള്ളത്, മുസാഫ് എഴുതിയതൊക്കെ വെള്ളം കൊണ്ട് മായ്ച്ച് ആ വെള്ളം ശുദ്ധിയുള്ള സ്ഥലത്ത് നിന്ദിക്കപ്പെടാത്ത രീതിയിൽ ഒഴിച്ചു കളയണമെന്നാണ്. ഇന്നത്തെ അച്ചടി അത് സ്വാഭാവികമായും എന്ത് ചെയ്യാൻ കഴിയില്ല, മായ്ക്കാൻ കഴിയില്ല. അപ്പം അത് വൃത്തിയുള്ള സ്ഥലത്ത് ഒരു കുഴിയുണ്ടാക്കി അതിൽ വെച്ച് കത്തിച്ച് കളഞ്ഞ് അത് മൂടിക്കളയുക. അതിനൊരിക്കലും നിന്ദിക്കുന്ന രൂപം ഉണ്ടാവരുത്. കത്തിക്കുകയാണോ അതോ അല്ലെങ്കിൽ കിണറ്റിലെറിയുകയോ കടലിലെറിയുകയാണോ ചെയ്യേണ്ടത്? അല്ല, കിണറ്റിലെറിയുക കടലിലെറിയുക എന്നുള്ളതൊക്കെ തെറ്റാണ്. അതല്ല വേണ്ടത്. കത്തിച്ച് അതിൻ്റെ ചാരം ബഹുമാനത്തോടു കൂടി കുഴിച്ചിടുക. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ചാരം, കത്തിച്ച് കഴിഞ്ഞതിൻ്റെ ചാരം കടൽ വെള്ളത്തിലൊക്കെ കലക്കി ഒഴിവാക്കാം. അതുപോലെ ധാരാളം വെള്ളമുള്ള കിണറാണെങ്കിൽ ആ കിണറ്റിലിട്ട് അതിൽ മിക്സ് ചെയ്യുക. അതല്ലാതെ മുസാഫ് അങ്ങനെ തന്നെ കിണറ്റിലിടുക, അല്ലെങ്കിൽ മുസാഫിൻ്റെ പാതി ഭാഗം അല്ലെങ്കിൽ കീറിയ ഭാഗം അതൊക്കെ കിണറ്റിലിടുക, കടലിലിടുക എന്നുള്ളത് ശരിയല്ല, അത് തെറ്റാണ്. ഡയറക്റ്റ് അപ്പോൾ കിണറ്റിലിടാൻ പറ്റൂലല്ലേ? പാടില്ല. ഖുർആന് കത്തിച്ചു കളഞ്ഞാല് അത് ഒഴുക്ക വെള്ളത്തിലാണോ ഇടുന്നത്, അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇട്ടാൽ വല്ല കുഴപ്പമുണ്ടോ? ഒഴുക്ക് വെള്ളത്തിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല. ഒഴുക്ക് വെള്ളത്തിലിടുന്നത് നല്ലതാണ്. ഈ ചാരം പെട്ടെന്ന് വെള്ളവുമായി കൂടിക്കലരാം. കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വെള്ളമുള്ളിടത്ത് ആയിരിക്കണം. അതല്ലാതെ കുറഞ്ഞ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അശുദ്ധമാകാനും മറ്റുമൊക്കെയുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതലുള്ള വെള്ളമാണ്, കെട്ടി നിൽക്കുന്ന വെള്ളം കൂടുതലുള്ളതാണ് എങ്കിൽ അതിലിടാം. അതല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിലിടാം. എന്നാൽ അത് പെട്ടെന്ന് വെള്ളവുമായിട്ട് എന്ത് ചെയ്യും, ഈ ചാരം മിക്സായി പോകും. മദ്രസകളിലെ പഴയ പുസ്തകങ്ങൾ അതിലിപ്പോ അറബി എഴുത്തുകളൊക്കെ ആണല്ലോ ഉണ്ടാവുക, അതെന്താ ചെയ്യാൻ പറ്റുക? മദ്രസയിലുള്ള പാഠപുസ്തകങ്ങളും ഇത് തന്നെയാണ് അതിൻ്റെ വിധി. ആ പാഠപുസ്തകങ്ങളും ബഹുമാനത്തോടു കൂടി കാണേണ്ടതാണ്. മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ ഖുർആൻ ആയത്തുകൾ ഉണ്ടാകാം, ഹദീസുകൾ ഉണ്ടാകാം, ദീനി വിജ്ഞാനങ്ങളാണ്. അതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. അഥവാ ഇനി ഉപയോഗപ്പെടില്ല എന്ന് തോന്നുന്ന പക്ഷം ശുദ്ധമായ സ്ഥലത്ത് വെച്ച് കത്തിച്ച് അതിൻ്റെ ചാരം ബഹുമാനിക്കപ്പെടുന്ന രീതിയിൽ തന്നെ കുഴിച്ചിടുക. ഈ ചാരങ്ങളൊക്കെ അടിക്കാട്ടങ്ങളിലും വൃത്തികെട്ട സ്ഥലങ്ങളിലുമൊന്നും ഇടരുത്. അങ്ങനെ അതിന് ബഹുമാനം നഷ്ടപ്പെടുത്തരുത്, നിസ്സാരവൽക്കരിക്കരുത്. ബഹുമാനത്തോടു കൂടി തന്നെ കുഴിച്ചിടണം. നജസ്സൊന്നുമാകാത്ത ശുദ്ധമായൊരു സ്ഥലത്ത് ഒരു കുഴിയുണ്ടാക്കി അതിലിട്ട് കത്തിച്ച് അത് മൂടിക്കളഞ്ഞാലും മതി. പഴയ പുസ്തകങ്ങളാണ് എന്നുള്ള തോതിൽ പലരും സ്ക്രാപ്പിൽ കൊടുക്കാറുണ്ട്. വളരെ തെറ്റാണ്, ഹറാമാണ്, കുറ്റകരമാണ്. നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ വാട്സപ്പുകളിലൊക്കെ ചില വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിരുന്നു. പടക്കങ്ങൾ, നിർമ്മിച്ച പടക്കങ്ങൾ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കടലാസുകൾ നോക്കുമ്പോൾ പാഠപുസ്തകങ്ങളുടെ ഒക്കെ ഭാഗങ്ങൾ, അതേപോലെ പഴയ മുസ്ഹഫിൻ്റെ ഒക്കെ ഭാഗങ്ങൾ വന്നതായിട്ട് ചില വീഡിയോകളും വാർത്തകളും ഫോട്ടോസുകളൊക്കെ വാട്സപ്പുകളിൽ പ്രചരിച്ചിരുന്നു. അത് ആരാണോ ചെയ്തത് അവർ വലിയ തെറ്റാണ് ചെയ്തത്, കുറ്റകരമാണ്. അത് സാധനങ്ങൾ എടുക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല. അവരിത് കൊണ്ടുപോയി തൂക്കി വിൽപ്പന നടത്തുകയാണ് ചെയ്യുക. അത് തൂക്കി വിൽപ്പന നടത്തുമ്പോൾ പലരുടെയും കൈകളിലാണ് എത്തുക. ഒരിക്കലും അത് അതിൻ്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവരുടെ കൈകളിൽ ആകണമെന്നില്ല എത്തുന്നത്.
അതുകൊണ്ട് സ്വാഭാവികമായും അത് ചെയ്യുന്നത് ഹറാമാണ്, കുറ്റകരമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അറബി എഴുത്തുള്ള എല്ലാം ആ തോതിൽ തന്നെയാണ്. അറബി എഴുത്തുള്ളത് എന്ന് പറഞ്ഞുകൂടാ. ഉപകാരപ്രദമായ ഇൽമിന്റെ കിതാബുകളാകണം. അതല്ലെങ്കിൽ ഖുർആന്, ഹദീസ് പോലെയുള്ള ഗ്രന്ഥങ്ങളായിരിക്കണം. അറബിയിൽ നോവലുകൾ ഉണ്ടാകാം, കഥകൾ ഉണ്ടാകാം, പത്രങ്ങൾ ഉണ്ടാകാം. ഇതിനൊന്നും ആ വിധിയില്ല. ഹദീസ്, ഖുർആൻ ആയത്ത് എന്നിവ ഉൾപ്പെടുന്നത്, അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ, ഇതിനെ ആ വിധിയുള്ളൂ. ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം ഓത്ത് നിർത്തണം എന്ന് കരുതിയ അയാളത് മടക്കി വെക്കൽ അത് ബഹുമാനക്കുറവാകും. ബഹുമാനക്കുറവാണത്. പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും അതിന്റെ പേജ് മടക്കി വെച്ചുകൊണ്ട് അടയാളം വെക്കരുത്. തെറ്റാണത്, കുറ്റകരമാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പേജ് മടക്കി അടയാളം വെക്കുക എന്നുള്ളത് തെറ്റാണ്, കുറ്റകരമാണ്. അടയാളം വെക്കണമെങ്കിൽ പുതിയ മുസാഫുകളിലൊക്കെ ചെറിയ നൂല് സംവിധാനങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് അടയാളം വെക്കാം. ഇനി അതല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പേപ്പറുകൾ ഉപയോഗിച്ച്, ശുദ്ധമായ പേപ്പറുകൾ ഉപയോഗിച്ച് അടയാളം വെക്കാം. അല്ലാതെ ഒരിക്കലും ഖുർആൻ എന്തു ചെയ്യരുത്, മടക്കി അടയാളം വെക്കരുത്. അത് ബഹുമാനക്കുറവാണ്, കുറ്റകരമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയവും കൂടിയുണ്ട്. ഖുർആൻ പേജുകൾ മറിക്കുന്ന സമയത്ത് ഉമിനീര് കൂട്ടിയിട്ട് മറിക്കരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട്. തുപ്പല് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഖുർആൻ പേജുകൾ മറിക്കും. അതും തെറ്റാണ്, കുറ്റകരമാണ്, ഹറാമ് തന്നെയാണ്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന സമയത്ത് ഖുർആനിൽ പേരെഴുതുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പേരെഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഖുർആന്റെ ആദ്യത്തെ പേജിൽ, മുസ്ഹഫിന്റെ ആദ്യ പേജിലാണ് പേരെഴുതുക. അതിൽ വേറൊന്നും ഉണ്ടാകൂല, സ്വാഭാവികമായി. അതിൽ തെറ്റൊന്നുമില്ല. നോർമലി കിതാബുകൾക്കൊക്കെ നമ്മൾ പൊതിയിടുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഖുർആനും അതേപോലെ തന്നെ പൊതിയിടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടല്ലേ, ഇന്ന കളർ കൊണ്ടല്ലേ, ഇന്ന സാധനം കൊണ്ട് മാത്രമേ പൊതിയിടാവൂ, അങ്ങനെയൊന്നുമില്ല. പൊതിയിടുന്നത് നല്ലതാണ്. ഖുർആന് കുറച്ചുകൂടി സൂക്ഷ്മതയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതിയാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.